വളരെ മനോഹരമായിട്ടുള്ള LGR ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ സീസൺ 1 ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. സത്യത്തിൽ കഠിനമായ ഒരു വേനൽക്കാലത്ത് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു നല്ല മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ലിഡോ 16 വർഷമായി വിദേശത്ത് പോയി അവിടെ സ്ഥിരതാമസമാക്കി അവിടെയും ഇവിടെയൊക്കെയായി നിൽക്കുകയാണ്. പഴയകാല ശങ്കരക്കോളയിലെ ഒരു തീപ്പൊരി നേതാവൊക്കെ ആയിരുന്ന ആളാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേർക്ക് ജീവിതം ഒരുക്കി കൊടുക്കുന്ന, വിദേശത്തേക്ക് ഒരുപാട് പേരെ ജോലിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളായി മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പാദ്യം കൂടിയാണ് ഈ കാണുന്ന ഈ ഓഡിറ്റോറിയവും ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സേവന സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ്. അദ്ദേഹം ഒരുപാട് പേർക്ക് അഡ്മിഷനും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ടാലൻറ്റ് ഫെസ്റ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ മത്സരങ്ങളുടെ, ഈ ഡാൻസ് മത്സരങ്ങളുടെ ഇതുപോലൊരു ടാലൻറ്റ് ഫെസ്റ്റ് നടക്കുന്നത്. നമ്മൾ ഡാൻസ് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ TV-യിലൊക്കെ കാണുന്ന പോലെയൊക്കെയുള്ളൊരു മത്സരത്തിൻ്റെ സീസൺ 1 എന്ന നിലയിലൊക്കെ ഇത് ആരംഭിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത്തരം അവസരങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം എല്ലാവരിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും എന്നതിനപ്പുറത്ത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. വിശാലമായിട്ടുള്ളൊരു മനസ്സില്ലാത്തവരാണ് നമ്മളെല്ലാവരും. ഞാനും എൻ്റെ കുടുംബവും അതിലേക്ക് മാത്രമായി നമ്മൾ ചുരുങ്ങുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഉൾപ്പെടുന്ന സമൂഹവും പ്രദേശവും നാടും രാജ്യവുമൊക്കെയുള്ള ഒരു വലിയ വിശാലമായ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനുള്ള ഒരു വലിയ പരിശ്രമങ്ങളാണ് എല്ലായിടത്തും നടക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ചിന്തയിലൂടെ എല്ലാവരിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാലൻറ്റ് ഫെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസൺ 1 കറുകുറ്റിയിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഈ പരിസരത്തുള്ള കുട്ടികളേ ഉള്ളൂ. പക്ഷേ ഇതൊരു 2-3 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മുടെ ഈ സമീപത്തുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മികച്ച ടാലൻറ്റ് ഫെസ്റ്റായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരം വേദികൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പ്രതിഭകൾ തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു നല്ല അവസരമായി, ഒരു നല്ല ആകർഷകമായിട്ടുള്ള ആസ്വാദനത്തിൻ്റെ ഒരു പുതിയ തലം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നല്ല മത്സര ഇനം അല്ലെങ്കിൽ ഒരു മത്സര ക്രമീകരണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LGRൻ്റെ ടാലൻറ്റ് ഫെസ്റ്റ് ലിഡോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മികച്ച സംഘാടനത്തിലൂടെ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ പ്രതിഭ തെളിയിക്കാൻ കഴിയുന്ന ഈ ഒരു അവസരമുണ്ടാക്കിയതിലുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഏറ്റവും മനോഹരമായ കറുകുറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അഡ്ലസ് ആശുപത്രി കൂടി വന്നതോടുകൂടി, നമ്മുടെ അഡ്ലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ വന്നതോടുകൂടി ഇപ്പോൾ മിക്കവാറും എല്ലാ മത്സരങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് അവാർഡ് നൈറ്റ് ഉൾപ്പെടെ നടക്കുന്ന ഒരു പ്രദേശമായി ഇപ്പോൾ കറുകുറ്റി മാറുമ്പോൾ, ഈ കറുകുറ്റിയുടെ ഏറ്റവും ഓരം ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടാലൻറ്റ് ഫെസ്റ്റും ഒക്കെ വരുമ്പോൾ ഈ പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ വലിയ പേരും പെരുമയും ഉണ്ടാകുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പേരും പെരുമയും ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് അവസരം സൃഷ്ടിക്കാൻ കഴിയുന്ന ഇത്തരം സാഹചര്യം ഉണ്ടാക്കിയതിൽ പ്രത്യേകിച്ച് ലിഡോയോടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒക്കെയുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്, തെരഞ്ഞെടുപ്പായതുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾക്ക് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള വിജയാശംസകൾ നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായി ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതിമനോഹരമായ പ്രസംഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ മനോജ് മൂത്തേടൻ സാർ, അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് നന്ദി.